Hello my dear students, welcome to Teacher at Home. Today class we are going to learn the 6th chapter, that is the respiration in organisms. One day, Buju was eagerly waiting to meet his grandparents who were coming to the town after an year. അപ്പോൾ ബോജു ഗ്രാൻഡ് വെയിറ്റ് ചെയ്യണം അല്ലേ? ഒരു വർഷത്തിന് ശേഷമാണ് അവർ വരുന്നത്. He was in a real hurry as he wanted to receive them at the bus stop. അപ്പോൾ അവന് ധൃതിയുണ്ട് അവരെ ബസ് സ്റ്റോപ്പിൽ തന്നെ ക്യാച്ച് ചെയ്യാൻ. He ran fast and reached the bus stop in a few minutes. പെട്ടെന്ന് തന്നെ ഓടിയിട്ട് അവരുടെ അടുത്തേക്ക് പോയി. He was breathing rapidly. നല്ലോണം ശ്വാസം വലിക്കുന്നുണ്ടായിരുന്നു. His grandmother asked him why he was breathing so fast. അപ്പോൾ മുത്തശ്ശി ചോദിച്ചു എന്തുകൊണ്ടാണ് നീ ഇത്രയധികം ശ്വാസം വലിക്കുന്നത്? Buju told her that he came running all the way. അതായത് ഓടിക്കൊണ്ടാണ് ഞാൻ വരുന്നുണ്ടായിരുന്നത്. But the question got stuck in his mind. Question മനസ്സിൽ തന്നെ ഇരുന്നു, അത് പുറത്തു വന്നില്ല. He wondered why running makes a person breathe faster. അപ്പം അവൻ ചിന്തിക്കുകയാണ് എന്തുകൊണ്ടാണ് ഓടുമ്പോൾ നമ്മൾക്ക് വല്ലാണ്ട് ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ശ്വസിക്കുന്നത്. The answer to Buju's question lies in understanding why we breathe. അപ്പം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? എന്തുകൊണ്ടാണ് നമ്മൾ ശ്വസിക്കുന്നത്? Breathing is a part of respiration. Let us learn about respiration. Breathing എന്ന് പറഞ്ഞാൽ ശ്വസിക്കുക റെസ്പിറേഷൻ്റെ ഒരു ഭാഗമാണ്. ബ്രീത്തിങ് ഇൻ ആൻഡ് ഔട്ട്, ദറ്റ് ഈസ് റെസ്പിറേഷൻ. Why do we respire? In chapter 2, you learned that all organisms are made up of small microscopic unit called cells. എല്ലാ ഓർഗാനിസംസും ചെറിയ യൂണിറ്റ് അല്ലെ, മൈക്രോസ്കോപ്പിക് യൂണിറ്റ് എന്ന് പറയുന്ന സെല്ല് കൊണ്ട് ഉണ്ടാക്കിയതാണ്. A cell is the smallest structural and functional unit of organism. അപ്പോൾ ഒരു ഓർഗാനിസത്തിന്റെ ചെറിയ സ്ട്രക്ചറൽ ഫങ്ഷണൽ യൂണിറ്റ് പറയുന്നത് എന്താ? ഓരോ ഓർഗാനിസത്തിന്റെ ചെറിയ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് സെല്ലാണ്. ഈച്ച് സെൽ ഓഫ് ആൻ ഓർഗാനിസം പെർഫോം സെർട്ടൻ ഫങ്ഷൻ. അപ്പോൾ ഓരോ സെല്ലും എന്ത് ചെയ്യുന്നത്? ഓരോ ഫങ്ഷന് പെർഫോം ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ? ന്യൂട്രീഷൻ, ട്രാൻസ്പോർട്ട്, എക്സ്ക്രീഷൻ ആൻഡ് റിപ്രൊഡക്ഷൻ. ഏതൊക്കെയാന്ന് പറഞ്ഞാൽ ന്യൂട്രീഷന്, ട്രാൻസ്പോർട്ട്, എക്സ്ക്രീഷനും റിപ്രൊഡക്ഷനും. ടു പെർഫോം ദിസ് ഫങ്ഷൻ ദി സെൽസ് നീഡ്, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി അവർക്ക് എന്ത് വേണം? എനർജി വേണം. Even when we are eating, sleeping or reading, we require energy. അതിന് മാത്രമല്ല വേറെ എന്തിനൊക്കെയാ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും വായിക്കുമ്പോഴും നമുക്ക് എനർജി വേണം. But where does this energy come from? എവിടെ നിന്നാണ് ഈ എനർജി വരുന്നത്? Can you say why your parents insist that you should eat regularly? എന്തുകൊണ്ടാണ് പാരൻസ് നിർബന്ധിക്കുന്നത് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞ്? The food has stored energy. Can you say why? The food has stored energy. ഭക്ഷണത്തിൽ എന്തുണ്ട്? എനർജി ഉണ്ട്. Which is released during respiration. റെസ്പിറേഷന്റെ സമയത്താണ് അത് റിലീസ് ആവുന്നത്. Therefore, all living organisms respire to get energy from food. എല്ലാ ഓർഗാനിസംസും എന്ത് ചെയ്യും? റെസ്പയർ ചെയ്യും അല്ലെ, ശ്വസിക്കും. എന്തിനു വേണ്ടിയിട്ടാ? To get energy from food. During breathing, we breathe in air. നമ്മൾ ശ്വസിക്കുന്ന സമയത്ത് വായുവാണ് നമ്മൾ ശ്വസിച്ച് ഉള്ളിൽ കയറ്റുന്നത്. യു നോ ദാറ്റ് എയർ കണ്ടെയ്ൻസ്, എയറിൽ എന്തുണ്ട്? ഓക്സിജൻ. വി ബ്രീത്ത് ഔട്ട് എയർ വിച്ച് ഇസ് റിച്ച് ഇൻ കാർബൺ ഡൈ ഓക്സൈഡ്. സോ വി ടേക്ക് ഇൻ ഓക്സിജൻ ആൻഡ് ഗീവ് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. Okay, we take in oxygen, give out carbon dioxide. The air we breathe in it is transported to all parts of the body. നമ്മൾ ശ്വസിക്കുന്ന വായു ദേഹത്തിന്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കും. Ultimately, to each cell, എല്ലാ സെല്ലിലും എത്തും. In these cells, oxygen in the air helps in the breakdown of food. ഓക്സിജൻ എയറിൽ പ്രസന്റ് ആവുന്ന ഓക്സിജൻ ഇൻ ദ സെൽസിലേക്ക് ഈ ഓക്സിജൻ നമ്മൾ ടേക്ക് ചെയ്യും. അത് എന്തിനാ സഹായിക്കുക? ഭക്ഷണത്തിന് ചെറുതാക്കാൻ സഹായിക്കും. The process of breakdown of food in the cell with the release of energy is cellular respiration. അപ്പോൾ ഫുഡ് ബ്രേക്ക് ഡൗൺ, സെല്ലില് ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്യുക, അതിലൂടെ എനർജി എന്താവും? പുറത്തേക്ക് വരും. അതിനെയാണ് സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത്. സെല്ലുലാർ റെസ്പിറേഷൻ ടേക്ക് പ്ലേസ് ഇൻ ദ സെൽസ് ഓഫ് ഓർഗാനിസം. എല്ലാ ഓർഗാനിസത്തിന്റെ സെൽസിലാണ് ഇത് നടക്കുന്നത്. ഇൻ ദ സെൽ ദ ഫുഡ് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ യൂസിങ് ഓക്സിജൻ. സെല്ലില് ഫുഡിന് എന്താ സംഭവിക്കുന്നത്? ബ്രോക്കൺ ഡൗൺ ഇൻ ടു അല്ലെ, ഫുഡിന് ബ്രോക്കൺ ഡൗൺ ഇൻ ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ യൂസിങ് ഓക്സിജൻ. അതായത് ഗ്ലൂക്കോസ് ആണ് എന്തായിട്ട് മാറുന്നത്? ബ്രോക്ക് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറുന്നത്. When breakdown of glucose occurs with the use of oxygen,
It is called aerobic. അതായത് ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്യണോ ഏതിന്റെ പ്രസൻസിലാ ഓക്സിജന്റെ പ്രസൻസിലാവുമ്പോഴാണ് നമ്മൾ അതിനെ പറയുന്നത് എയറോബിക് റെസ്പിറേഷൻ. Food can also be broken down without using oxygen. ചില ഫുഡ് ഓക്സിജന്റെ പ്രസൻസ് ഇല്ലാതെ തന്നെ എന്താവും ബ്രേക്ക് ഡൗൺ ചെയ്യും. അതിനെ നമ്മൾ പറയും അനറോബിക് റെസ്പിറേഷൻ. അതിന് അനറോബിക് റെസ്പിറേഷൻ എന്ന് പറയും. ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് റിലീസസ് എനർജി. അപ്പൊ ഇങ്ങനെ ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് അത് എനർജി കൂടി റിലീസ് ചെയ്യാറുണ്ട്. ഗ്ലൂക്കോസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ പ്ലസ് എനർജി. ഗ്ലൂക്കോസ് ഓക്സിജന്റെ പ്രസൻസിലാവുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജിയും റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യു ഷുഡ് know that there are some organisms such as yeast that can survive in the absence of air. അതായത് ചില ഓർഗാനിസംസ് ഉണ്ട്, അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈസ്റ്റ്. അതിന് എന്താണ് എയറുടെ ആബ്സെൻസിലും സർവൈവ് ചെയ്യാൻ പറ്റും. ദേ ആർ കോൾഡ് അനറോബ്സ്. അതിനെയാണ് അനറോബ്സ് എന്ന് പറയുക. They get energy through anaerobic respiration. അപ്പൊ അനറോബിക് റെസ്പിറേഷനിലൂടെയാണ് അവർക്ക് എനർജി റിലീസ് ചെയ്യുക. In the absence of oxygen, glucose break down into alcohol and carbon dioxide as given below. അപ്പോൾ ഓക്സിജന്റെ ആബ്സെൻസിൽ ഗ്ലൂക്കോസിന് എന്താ സംഭവിക്കുക? ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്തിട്ട് ആൽക്കഹോളും കാർബൺ ഡൈ ഓക്സൈഡും എനർജിയും റിലീസ് ആവും. പ്രസൻസ് ഓഫ് ഓക്സിജൻ ആകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് എനർജി. സോ ഇൻ ദ പ്രസൻസ് ഓഫ് in the absence of oxygen, in the place of water, alcohol is released. Okay. Yeast are single-celled organism. Yeast, they are single-celled organism. They respire anaerobically and during the process yield alcohol. Anaerobically means in the absence of oxygen they are respiring. അപ്പോൾ നമുക്ക് എന്താ പ്രൊഡക്റ്റ് കിട്ടുക? ആൽക്കഹോൾ ആണ് പ്രൊഡക്റ്റ് കിട്ടുക. They are therefore used to make. അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നു? Wine and beer. വൈനും ബിയർ ഉണ്ടാക്കാനാണ് ഹെൽപ്പ് ചെയ്യുക. Our muscle cells can also respire anaerobically. നമ്മളുടെ മസിൽ സെൽസിനും എന്ത് ചെയ്യും? ഓക്സിജൻ ഇല്ലാതെ റെസ്പയർ ചെയ്യും. But only for a short time. കുറച്ച് കാലയളവിൽ മാത്രം. When there is a temporary deficiency of oxygen during heavy exercise, fast running, cycling, walking for many hours or very heavy weight lifting, the demand for energy is high. അപ്പോൾ ഈ പ്രോസസ്സിലൊക്കെ എന്താണ്? എനർജി കണ്ടമാനം ആവശ്യമുണ്ട് അല്ലേ? ഹെവി ആയിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ, ഓടുമ്പോൾ, സൈക്ലിംഗ് ചെയ്യുമ്പോൾ, വാക്കിംഗ് കുറേ മണിക്കൂർ വാക്ക് ചെയ്യുമ്പോൾ, വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താണ്? എനർജി കണ്ടമാനം ഉപയോഗിക്കുന്നുണ്ട്. ബട്ട് ദ സപ്ലൈ ഓഫ് ഓക്സിജൻ ടു പ്രൊഡ്യൂസ് എനർജി ഇസ് ലിമിറ്റഡ്. പക്ഷെ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മുടെ കയ്യിലുള്ള ഓക്സിജൻ എന്താണ്? കുറച്ച് മാത്രമാണ്. Then anaerobic respiration take place in the muscle cells to fulfill the demand of energy. ആ സമയത്താണ് എന്ത് ചെയ്യുക? ഓക്സിജൻ ഇല്ലാതെ തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഓക്കെ, അപ്പൊ ഗ്ലൂക്കോസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ മീൻസ് അനറോബിക് റെസ്പിറേഷൻ. എന്താ ഫോം ചെയ്യണ? ലാക്റ്റിക് ആസിഡ്. മസിൽസിലാണ് പറയുന്നത്. ലാക്റ്റിക് ആസിഡും എനർജി ആയിട്ട് റിലീസ് ചെയ്യും. ഗ്ലൂക്കോസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ഓക്സിജൻ റിലീസസ് ലാക്റ്റിക് ആസിഡ് ആൻഡ് എനർജി. ഓക്കെ, ഹാവ് യു എവർ വണ്ടേർഡ് why you get muscle cramps after heavy exercise? ഈ ഉളുക്കൊക്കെ വരാറില്ലേ മസിൽ ക്രാംസ് ഹെവി എക്സസൈസ് ചെയ്യുമ്പോൾ? അതെന്തുകൊണ്ടാ? The cramps occur when muscle cells respire anaerobically. അപ്പോൾ നമ്മൾ ഓക്സിജന്റെ ഹെൽപ്പ് ഇല്ലാതെ റെസ്പയർ ചെയ്യുമ്പോഴാണ് മസിൽ ക്രാംസ് ഒക്കർ ചെയ്യുക. The partial breakdown of glucose produces lactic acid. അപ്പോൾ നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്ത. Accumulation of lactic acid causes muscle. അപ്പോൾ ഈ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞു കൂടുമ്പോഴാണ് ക്രാംസ് ഒക്കെ വരിക. ഗെറ്റ് റിലീഫ് ഫ്രം ക്രാംസ് ആഫ്റ്റർ എ ഹോട്ട് വാട്ടർ ബാത്ത്. ഒരു ചൂടുവെള്ളത്തിൽ ഒന്ന് മസാജ് ചെയ്യോ ബാത്ത് ചെയ്യോ ചെയ്താൽ നമ്മൾ ആ ഉളുക്കും ഇതൊക്കെ മാറും. ക്യാൻ യു ഗെസ് വൈ സോ? ഹോട്ട് വാട്ടർ ബാത്ത് ഓർ മസാജ് ഇംപ്രൂവ്സ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ആവും. ആസ് എ റിസൾട്ട് the supply of oxygen to muscle cells increases. The increase in the supply of oxygen results in the complete breakdown of lactic acid into carbon dioxide and water. അതായത് പാർഷ്യൽ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് എന്താ പ്രൊഡ്യൂസ് ചെയ്യുക? ലാക്റ്റിക് ആസിഡ്. ഈ ലാക്റ്റിക് ആസിഡ് ഇങ്ങനെ മസിൽസിൽ അടിഞ്ഞു കൂടുമ്പോഴാണ് ഉളുക്കും ഇതൊക്കെ നമുക്ക് വരാറ്. അപ്പൊ അതിനൊരു റിലീഫാണ് നമ്മൾ ഹോട്ട് വാട്ടർ ബാത്തും, ഹോട്ട് ബാത്ത് എടുക്കുക അല്ലെങ്കിൽ ഒരു മസാജ് ചെയ്യുക. ഈ മസാജ് ചെയ്ത സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ആവും. ഓക്കെ, ഓട്ടോമാറ്റിക്കലി എന്താണ്? ഓക്സിജന്റെ സപ്ലൈയും ഇൻക്രീസ് ആവും. ഈ ഓക്സിജന്റെ സപ്ലൈയിലൂടെ ഈ കണ്ടമാനം ലാക്റ്റിക് ആസിഡ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ആൻഡ് വാട്ടർ ആയിട്ട് റിലീസ് ചെയ്യും. ഓക്കെ, then 6.2 breathing. Close your nostrils and mouth tightly. Look at a watch.
What do you feel after some time? How long we are able to keep both of them? രണ്ടും ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അധികം നേരം ഒന്നും ഇരിക്കാൻ പറ്റില്ല അല്ലേ? We feel suffocated. So, now you know that you cannot survive for long without breathing. ശ്വസിക്കാതെ കുറേ സമയം നമുക്ക് നിൽക്കാൻ പറ്റില്ല. Breathing means taking in air rich in oxygen, giving out air rich in carbon dioxide with the help of respiratory organs. അപ്പോൾ ബ്രീത്തിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്സിജൻ എടുക്കുക, സഫീഷ്യന്റ് എമൗണ്ട് ഓക്സിജൻ എടുക്കുക, അതേ എമൗണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുക. അത് ഓർഗൻസ് ആണ് അതിന് നമ്മളെ സഹായിക്കുന്നത്. Taking air rich in oxygen in the body, it is called. അപ്പോൾ ഓക്സിജൻ ഇൻഹെയിൽ ചെയ്യണതിനാണ് ഇൻഹേലേഷൻ എന്ന് പറയുക. കാർബൺ ഡൈ ഓക്സൈഡ് ഗീവ് ഔട്ട് ചെയ്യണതിന് എക്സലേഷൻ എന്ന് പറയും. ഓക്കെ, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. വിച്ച് ഗോസ് ഓൺ ഓൾ ദ ടൈം ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് എൻ ഓർഗാനിസം. ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണിത്. നമ്പർ ഓഫ് ടൈംസ് എ പേഴ്സൺ ബ്രീത്തിങ് ഇൻ എ മിനിറ്റ് ഇറ്റ് റെഫർ ടു ആസ് ദ ബ്രീത്തിങ് റേറ്റ്. എത്രമാത്രം ടൈമാണ് നമ്മൾ ഒരു സമയത്ത് ഒരു മിനിറ്റിൽ ബ്രീത്ത് ചെയ്യണത്, അതിനെയാണ് അതിൻ്റെ ബ്രീത്തിങ് റേറ്റ് എന്ന് പറയുക. ഡ്യൂറിങ് ബ്രീത്തിങ് ഇൻഹേലേഷൻ ആൻഡ് എക്സലേഷൻ ടേക്ക് പ്ലേസ് ഓൾട്ടർനേറ്റ്ലി. അപ്പോൾ ബ്രീത്ത് ചെയ്യുക പറഞ്ഞ ഓക്സിജൻ മാത്രം എടുക്കുകയല്ല, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടിയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ബ്രീത്തിങ് എന്ന് പറയുക. എ ബ്രീത്ത് മീൻസ് വൺ ഇൻഹേലേഷൻ പ്ലസ് വൺ എക്സലേഷൻ. ഓക്കെ, വുഡ് യു ലൈക്ക് ടു ഫൈൻഡ് ഔട്ട് അവർ ബ്രീത്തിങ് റേറ്റ്? Do you want to know whether it is constant or changes? അതായത് അത് സ്ഥിരമാണോ അതോ അത് മാറിക്കൊണ്ടിരിക്കുമോ? According to the requirement of oxygen by the body. Let us find out by doing the following activity. Generally, we are not aware that we are breathing. അല്ലേ, നമുക്ക് ബ്രീത്ത് ചെയ്യണം നമ്മൾ ഒരു ഇല്ല. However, if you try, you can count your rate of breathing. Breathe in and out normally. അപ്പം നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് നോക്കാം. ഫൈൻഡ് ഔട്ട് ഹൗ മെനി ടൈം യു ബ്രീത്ത് ഇൻ. എത്ര ടൈംസ് ആണ് നമ്മൾ ഉള്ളിലേക്ക് വലിക്കുന്നത് എന്ന് നോക്കാം, പുറത്തേക്ക് വിടുന്നതും. ബ്രീത്ത് ഔട്ട്. ഡിഡ് യു ഇൻഹേൽ ദ സെയിം നമ്പർ ഓഫ് ടൈം ആസ് യു എക്സേൽ? ഒരേ നമ്പർ ആണോ നമ്മൾ രണ്ടും ചെയ്യുന്നത്? നൗ കൗണ്ട് യുവർ ബ്രീത്തിങ് റേറ്റ്. എന്നിട്ട് ബ്രീത്തിങ് റേറ്റ് കൗണ്ട് ചെയ്യാം. ആഫ്റ്റർ ബ്രിസ്ക് വാക്ക് ആൻഡ് ആഫ്റ്റർ റണ്ണിങ്. റെക്കോർഡ് യുവർ ബ്രീത്തിങ് റേറ്റ് ആസ് സൂൺ ആസ് യു ഫിനിഷ് ആൻഡ് ഓൾസോ ആഫ്റ്റർ കംപ്ലീറ്റ് റെസ്റ്റ്. റെസ്റ്റ് ആയിരിക്കുമ്പോഴും എത്രയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇത് ടാബുലേറ്റ് ചെയ്ത് വെക്കുക. ഫ്രം ദ അബവ് ആക്ടിവിറ്റി യു മസ്റ്റ് ഹാവ് റിയലൈസ് ദാറ്റ് വെനെവർ പേഴ്സൺ ഈസ് എക്സ്ട്രാ എനർജി ഹി ഷീ ബ്രീത്ത് ഫാസ്റ്റർ. കുറേ എനർജി നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ കുറച്ചധികം ബ്രീത്തിങ്ങും കൂടും. ആസ് എ റിസൾട്ട് മോർ ഓക്സിജൻ ഈസ് സപ്ലൈ ടു അവർ സെൽസ്. അതിലൂടെ എന്താണ്, കുറേ ഓക്സിജൻ നമ്മുടെ സെൽസിലേക്ക് ലഭിക്കും. ഇറ്റ് സ്പീഡ് അപ്പ്. സെൽസിൽ ഓക്സിജൻ ലഭിക്കുമ്പോൾ ഓട്ടോമാറ്റിക് എന്താ സംഭവിക്കുക? ഇറ്റ് സ്പീഡ് അപ്പ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഫുഡ് ആൻഡ് മോർ എനർജി റിലീസ്. ഫുഡ് പെട്ടെന്ന് തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യും, അപ്പോൾ കണ്ടമാനം എനർജി റിലീസ് ആവും. ആ സമയത്താണ് നമ്മൾ ഫീൽ ഹംഗ്രി. Does this explain why do you feel hungry after a physical activity? When you feel drowsy, does your breathing rate slow down? Does your body receive sufficient oxygen? On an average, an adult human being at rest breathe in and out 15 to 18 times a minute. അപ്പോൾ ഒരു അഡൽട്ടായ ഒരു മനുഷ്യൻ എത്രയാണ് റെസ്റ്റിന്റെ സമയത്ത്? 15 to 18 ടൈംസ് ആണ്. ഹെവി എക്സസൈസ് ചെയ്യുമ്പോഴോ ബ്രീത്തിങ് റേറ്റ് ഇൻക്രീസസ് അപ് ടു 25 ടൈംസ് പെർ മിനിറ്റ്. വൈൽ വി എക്സസൈസ് നോട്ട് ഓൺലി ഡു വി ബ്രീത്ത് ഫാസ്റ്റ്. എക്സസൈസ് ചെയ്യുമ്പോൾ ശ്വസിക്കുക മാത്രമല്ല, ഓൾസോ ടേക്ക് ഡീപ് ബ്രീത്ത് ആൻഡ് ദസ് ഇൻഹെയിൽ മോർ ഓക്സിജൻ. ഡീപ് ബ്രീത്തും എടുക്കും, മോർ ഓക്സിജനും ഇൻഹെയിൽ ചെയ്യും. ഓക്കെ, so when we feel drowsy, does your breathing rate also? It will slow down. That is, the body receives sufficient oxygen. So that's all about this first part. The second part we can see in the next video. So if you are interested, please do like, share and subscribe my channel. Okay, thank you.